ഹായ് ഫ്രണ്ട്സ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അറിയാമല്ലോ, ഈ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം ട്രേഡിംഗ് ശക്തമായിട്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആവുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 10 പ്രിഫറൻസ് കമ്പനീസ് ആണ് അടുത്ത വർഷത്തേക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസ്കഷന് നമ്മുടെ പാസ് യൂഷ്വൽ നമ്മുടെ സ്വന്തം ട്രേഡർ സോഷ്യലോ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ട്രേഡൊക്കെ? ട്രേഡ് നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല പേ ഔട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നായിരുന്നു ട്രംപ് വരുന്നതിന് മുമ്പ് വരെ. പിന്നെ ട്രംപ് സ്റ്റാർട്ട് ചെയ്ത ട്രേഡ് വാറിന് ശേഷം ഒരു 3 months ആയിട്ട് വേറെ പേ ഔട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റേതായ ഒരു ടഫ് ഉണ്ട്. ഇപ്പൊ ഒരു 2 മാസം വീണ്ടും ഒന്നാമത് മെയ്ക്ക് ശേഷം ഒന്നുകൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ 10 കമ്പനീസിൽ 10ാമത്തെ പൊസിഷൻ ആരാണെന്ന് നോക്കാം. ഇക്വിറ്റി എഡ്ജ് ആണ്. ഇക്വിറ്റി എഡ്ജിനെ കുറിച്ച് എന്താ പറയാ, അവരുടെ പ്ലാനുകളും ഇക്വിറ്റി എഡ്ജ് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഓഫർ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ഫേമാണ്. വളരെ ചെറിയ പേ ഔട്ട്, 100 താഴെയുള്ള USDക്ക് താഴെയുള്ള പേ ഔട്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇക്വിറ്റി എഡ്ജ് ഒക്കെ ഉപയോഗിക്കാം. അതല്ല 500 മുകളിലേക്കാണ് വരുന്നതെങ്കിൽ ദയവേത് ഇക്വിറ്റി എഡ്ജ് എടുക്കാതിരിക്കുക. മിക്കപ്പോഴും ഓഫർ നല്ല പ്രൈസ് ആയിരിക്കും അവരുടെ ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവര് പുതിയ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെഗസി, സിറ്റ്, ഇൻസ്റ്റന്റ്, ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ലെഗസി എന്ന് പറയുന്ന പ്ലാനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പ്രൈസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നിങ്ങളൊരു ടൈം പാസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വിറ്റി എഡ്ജ് നോക്കാവുന്നതാണ്. ഇക്വിറ്റി എഡ്ജിന്റെ നമുക്ക് ട്രസ്റ്റ് പൈലറ്റിലെ സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 986 പേരാണ് റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അതിൽ ഏകദേശം 4.2 ആണ്. വളരെ കുറവൊരു റിവ്യൂ ആണ് അതിനകത്തുള്ളത്. അതേപോലെ തന്നെ ഓഫറൊക്കെ കണ്ടിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും അത് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഉള്ള പ്ലാറ്റ്ഫോം MT5 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാച്ച് ട്രേഡറും അവൈലബിൾ ആണ്. MT5 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു എഡ്ജ് ഉണ്ടെന്നുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് എഡ്ജ് ഒന്നും ഈ ഒരു ഫേമിന് നിലവിലില്ല. പോസിറ്റീവായിട്ട് മാത്രമേ. പേ ഔട്ടിന്റെ അവസ്ഥ പേ ഔട്ടൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവരുടെ ഡിസ്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നല്ല രീതിയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് 500, 400 അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ മാത്രമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല വലിയ പേ ഔട്ട് ഒന്നും കൊടുക്കുന്നില്ല. നല്ല പിന്നെ കണ്ടിന്യൂ ആയിട്ട് 2 വർഷം 3 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരെമ്പോഴും ഒരു ടെസ്റ്റിംഗ് അടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇമോഷൻ എങ്ങനെ ഉണ്ട് കണ്ടോ, സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു അടുത്തൊരു ചെറിയ പേ ഔട്ട് എടുത്ത് അവസാനിപ്പിക്കും. 9th പൊസിഷനിൽ കോണ്ടാക്റ്റിലാണ്. അപ്പൊ എന്താ അതിനെ കുറിച്ചിട്ട് പറയാനുള്ള അവരുടെ പ്ലാനുകളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. കോണ്ടാക്റ്റിൽ നല്ലൊരു ഫേമാണ്. അത്യാവശ്യം നല്ല പേ ഔട്ട് കൊടുക്കുന്ന ഒരു ഫേമാണ്. പക്ഷെ അവരുടെ റൂൾസ് നല്ല സ്ട്രിക്റ്റ് ആണ്. അവർ ആ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവർ പേ ഔട്ട് കൊടുക്കും. അതാണ് അവർ പറയുന്നത്. അവരുടെ ആഡിൽ തന്നെ അവർ പറയുന്നുണ്ട്, റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ പേ ഔട്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. അവർക്ക് ട്രസ്റ്റ് പൈലറ്റിൽ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. ഏകദേശം 9000-ഓളം റിവ്യൂ നടന്നിട്ടുണ്ട്. അത് 4.6 ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ചലഞ്ച് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് കുറെ പ്ലാൻസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്പ്രെഡും കമ്മീഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. കമ്മീഷൻ ഇല്ലാത്ത വന്നിട്ടുണ്ട്. 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പുമാണ് അവർക്കുള്ളത്. പിന്നെ ഓൺ ഡിമാൻഡ് പേ ഔട്ട് ആണുള്ളത്. നമുക്ക് 2 സ്റ്റെപ്പാണ് നമ്മൾ എപ്പോഴും പറയാറ്. അവർക്ക് 50K പ്രൈസിന് ഏകദേശം ഇപ്പോ 50% ഓഫർ ഉണ്ട്. ദീപാവലി ഓഫറൊക്കെ ആയിട്ട് $180 ആവുന്നത്. മറ്റുള്ള ഫേംസിനൊക്കെ ഒരു 320, 350 ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് $180 വരുന്നുള്ളൂ. പക്ഷെ റൂൾസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ പോലെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു ഫേം. അപ്പൊ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് വയലേറ്റ് ചെയ്താൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൈസിന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫേമാണത്. ഇവർക്ക് നമുക്ക് MT5 ഉണ്ട്, ട്രേഡ് ലോക്കർ ഉണ്ട്, അതുപോലെ സി ട്രേഡർ ഉണ്ട്. സി ട്രേഡറിന് എന്താ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നു. ട്രേഡ് ലോക്കർ MT5 ഉള്ള സ്ഥിതിക്ക് എല്ലാവരും ചൂസ് ചെയ്യുക MT5 തന്നെ ആയിരിക്കും. ട്രേഡ് ലോക്കറിനൊക്കെ കുറെ ഇഷ്യൂസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പ്രൈസ് ഒക്കെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നല്ലത് പ്ലാറ്റ്ഫോം എപ്പോഴും നല്ലത് MT5 തന്നെ എടുക്കുന്നതായിരിക്കും. സി ട്രേഡർ ഒരു $10 എന്തോ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് 8ാമത്തെ പൊസിഷനിൽ ഗോഡ് ഫണ്ട് ട്രേഡർ ആണ്. അപ്പൊ അവരുടെയും പ്ലാറ്റ്ഫോം പാക്കേജസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അവർക്ക് 4 ടൈപ്പ് പ്ലാൻസ് ഉണ്ട്. ഒന്ന് 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ 3 സ്റ്റെപ്പ്, പിന്നെ ഇൻസ്റ്റന്റ് ഉണ്ട്. ഈ 4 പ്ലാൻസ് ആണ് അവർക്കുള്ളത്. അതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് ഗോട്ട് ഉണ്ട്, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് പ്ലാൻ ഉണ്ട്, പ്രോ പ്ലാൻ ഉണ്ട്. അതിൽ 2 സ്റ്റെപ്പിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഗോട്ട് എന്ന് പറയുന്ന പ്ലാൻ തന്നെയാണ് എനിക്ക് അവരിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. 2 സ്റ്റെപ്പിൽ തന്നെ ഗോട്ട് എന്ന് പറയുന്നത് അതൊക്കെ 50K ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം $201 വരുന്നുള്ളൂ. ഇവരൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫേമാണ്.
ഇവര് ഏകദേശം 3.5 റിവ്യൂ ഉള്ളൂ. അതേപോലെ തന്നെ 3100 ആണ് റിവ്യൂ ചെയ്തേക്കുന്ന ആൾക്കാർ. ഇവരൊരു പ്രശ്നം, നമുക്കിപ്പോ ഒരു ലൈവ് അക്കൗണ്ട് കിട്ടാനായിട്ട് നമ്മുടെ പ്രീമിയം ആ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേർക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് അക്കൗണ്ടിലേക്ക് വരെ പാസ്സായി കഴിഞ്ഞാൽ ലൈവ് അക്കൗണ്ട് കിട്ടാനായിട്ട് ഇവരെ മെയിൽ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ പിന്നാലെ ഇങ്ങനെ നടക്കണം. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടിന്യൂസ് മെയിൽ ചെയ്ത് അവരുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ മറ്റു ഗ്രൂപ്പിലൊക്കെ പോയി അവരെ കൊണ്ട് പരമാവധി ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ലൈവ് ആയിട്ടുള്ള അക്കൗണ്ട് തരും. ഈ ലൈവ് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം അവർ പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ പേ ഔട്ട് ഡിനൈൽ എന്ന് പറയുന്നത് തന്നെ ലൈവ് അക്കൗണ്ട് വന്ന് നിൽക്കുന്നവർക്ക് പേ ഔട്ട് അവർ ഉറപ്പാണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരാൾ ഏകദേശം 15 ദിവസത്തോളം മെയിൽ അയച്ചതിന് ശേഷം ലൈവ് അക്കൗണ്ട് കൊടുത്തു. ലൈവ് അക്കൗണ്ടിലേക്ക് ഏകദേശം $5000 അവർക്ക് പേ ഔട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ പേ ഔട്ട് അവർ കൊടുത്ത അത്രയും വലിയൊരു എമൗണ്ട് പേ ഔട്ട് കൊടുക്കുന്നുമുണ്ട് അവർ. അപ്പൊ അതിന്റെ ഒരു അർത്ഥം അവർ ലൈവ് അക്കൗണ്ട് കിട്ടാൻ ഇവരുടെ ഒരു ഭയങ്കര ടഫാണ്. ഈ ഓഫർ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് കോൺടാക്റ്റിലും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ കുറച്ചും കൂടി നേരത്തെ വന്നേക്കുന്ന ഒരു ഫേമാണ് ഇവരുടെ. അങ്ങനെ അഡ്വാൻറ്റേജ് മാത്രമാണുള്ളത്. പ്ലാറ്റ്ഫോം നമുക്ക് ഇവർ MT5 മറ്റ് പ്ലാറ്റ്ഫോംസും നോർമലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെയാണ് ഇവരിലുള്ളത്. പിന്നെ വോളിയോമെട്രിക്സ് ഉണ്ട്, ട്രേഡ് ലോക്കർ ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്. വോളിയോമെട്രിക്സ് ഒന്നും അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ളവർ അധികം ഉപയോഗിച്ച് ശീലിക്കാത്തതുകൊണ്ട് തന്നെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഏറ്റവും ബെറ്റർ MT5 തന്നെ ആയിരിക്കും. പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് കാർഡൊക്കെ കാർഡ് പേയ്മെന്റ് ആണ്, ഫിനാൻസ് കാർഡ് പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവര് UPI പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുത്ത 7th പൊസിഷനിലുള്ള ടോപ്പ് 1 ട്രേഡർ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ അവര് എങ്ങനെയാ ആ കമ്പനിയുടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ? ടോപ്പ് 1 എന്ന് പറയുമ്പോൾ മിക്കവർക്കും അത്രയും കൂടി പരിചയം ഉണ്ടാവില്ല. ടോപ്പ് 1 ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവരുടെ തന്നെ സെയിം ടീമിന്റെ തന്നെ കമ്പനിയാണ് ടോപ്പ് 1 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഫ്യൂച്ചേഴ്സിലാണ് ഇവർ ഏറ്റവും ടോപ്പായിട്ട് ടോപ്പ് സ്റ്റെപ്പ് പോലെ തന്നെ നല്ലൊരു നമ്പർ 3 നിൽക്കുന്ന ഒരു പേയ്മെന്റാണ്. ഇവർ CFDയിലേക്ക് വന്നിട്ട് 3-4 മാസം ആയിട്ടുള്ളൂ. അത്യാവശ്യം ഇവരുടെ ചലഞ്ച് പ്ലാനുകളെല്ലാം അത്യാവശ്യം നല്ല ഇതാണ്. ഇവർക്ക് വരുന്ന പ്ലാന് 1 സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫർ ഉള്ള ടൈം. നമുക്കൊരു 5K ഒക്കെ $39 വരുന്നത്. അവര് 2 സ്റ്റെപ്പ് ആകുമ്പോൾ 39 വരുന്നു. 1 സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ $17 വരുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അത് ഇൻസ്റ്റന്റ് ഫണ്ടിങ് കുറച്ചും കൂടി പ്രൈസ് കുറവായിട്ട് തോന്നുന്നുണ്ട്. 5K ഒക്കെ $37 വരുന്നത്. വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ഫണ്ട് ഒക്കെ ഇവർ ട്രൈ ചെയ്യാവുന്നതാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ 4.6 ഉണ്ട് ട്രസ്റ്റ് പൈലറ്റിൽ. ഏകദേശം 2500 പേരാണ് റിവ്യൂ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഈ ഒരു പേര് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. ടോപ്പ് 1 ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറെ വീഡിയോസ് ഒക്കെ നേരത്തെ നിങ്ങൾ കണ്ടേക്കുന്നുണ്ടാവും പേ ഔട്ട് റിലീസും കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇവര് 3 മാസമായിട്ടുള്ളൂ ഈ CFDയിലേക്ക് വന്നത്. 6th പൊസിഷനിൽ TX3 ഫണ്ടിങ് ടോപ്പ് ടയർ എന്ന് പറയുന്ന കുറെ നാൾ മുമ്പ് ടോപ്പ് ടയർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ ഒരു കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആയിട്ട് വന്നേക്കുന്നതാണ് അത്. ഇവർക്ക് ഇപ്പോൾ TX3ക്ക് ഒരു ബ്രോക്കിംഗ് ഫേമും ഉണ്ട്. നമുക്ക് മറ്റ് ബ്രോക്കിംഗ് പോലെ തന്നെ ബ്രോക്കിംഗ് ഫേമും ഉണ്ട്, ഫ്യൂച്ചേഴ്സും ഉണ്ട്. ഈ 3 ഇതിലാണ് ഇവർ വരുന്നത്. പേ ഔട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഇതാണ്. ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ MFF ഒക്കെ ഉള്ള സമയത്ത് ഒരു 3ാമത് 4ാമതൊക്കെ നിന്നതായിരുന്നു ടോപ്പ് ടയർ എന്ന് പറഞ്ഞ കമ്പനി. അവരൊരു ലിവറേജ് കുറവായിരുന്നു. ഓവർ ലിവറേജ് എടുക്കുന്നവർക്ക് അവര് അക്കൗണ്ട് കൊടുക്കുന്നില്ലായിരുന്നു. റീസെറ്റ് ചെയ്ത് പേയ്മെന്റ് റീഫണ്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പ്രൈസ് കുറച്ച് കോമ്പറ്റീവ് പ്രൈസ് തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. കാരണം പേ ഔട്ട് അവർ അങ്ങനെ റിജക്ഷൻസ് ഇല്ല. കൂടുതൽ ലിവറേജ് എടുത്ത് ചെയ്യുന്നവർക്ക് അവർ അക്കൗണ്ടും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ചെന്ന് ഈ ഒരു അവിടെ അക്കൗണ്ട് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കുള്ള പ്ലാൻസ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും പിന്നെ 2 ഫേസ് പ്രോ എന്ന് പറയുന്നതാണ്. ഇതിൽ 2 ഫേസിലെ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഒന്നാണ്. 5th പൊസിഷൻ നമ്മുടെ പഴയ ആൽഫയാണ്. ആൽഫ അന്നും അതേപോലൊക്കെ തന്നെ പേ ഔട്ട് കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ റിജക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിസ്കോഡിലൊക്കെ കുറെ പേർക്ക് ഇന്റർവ്യൂല് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആൾ ഇന്റർവ്യൂ പാസ്സായി. വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം ചോദിക്കില്ല. അവർ ട്രേഡിംഗ് വ്യൂവിൽ ഗോൾഡിന്റെ ചാർട്ട് അല്ലെങ്കിൽ ഏത് പെയർ ആണ് ചെയ്യുന്നത്, ഏത് സെഷൻ ആണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നോർമലി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്റർവ്യൂലൊക്കെ ഉണ്ടാവും. നമ്മളവിടെ കിടന്ന് തപ്പിത്തറിയാണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ കാര്യം അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഒരു ഗോൾഡിന്റെ ചാർട്ട് എടുക്കാൻ പറയുമ്പോൾ തന്നെ അവർ എടുക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഇന്റർവ്യൂവിൽ നോക്കുന്നുള്ളൂ. അപ്പോൾ ആൽഫ അങ്ങനെ ഒരു ഇന്റർവ്യൂ സെഷൻ 2 മാസം മുമ്പ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ പറഞ്ഞ ലൈവ് അക്കൗണ്ടിലേക്ക് കുറച്ച് പിടിച്ചിട്ടാണ് അവർ ലൈവ് അക്കൗണ്ട് കൊടുക്കുന്നത്. ഗോഡ് ഫണ്ടിന്റെ അത്ര ഒന്നും പ്രശ്നമില്ല. അത്യാവശ്യം പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ നല്ല പ്ലാൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അതിൽ തന്നെ 2 സ്റ്റെപ്പിൽ ആൽഫ പ്രോ 8% ആയിരിക്കും കുറച്ചും കൂടി വർത്ത് ആയിട്ടുള്ളത്. കുറച്ച്
നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും ഇതൊക്കെ പറ്റും. 10% കുറച്ച് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ 2 സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെ പേഔട്ട് ഒക്കെ 14 ദിവസം കൂടുമ്പോൾ ബൈ വീക്ക്ലി പേഔട്ട് ആണ്. 14 ദിവസം കൂടുമ്പോൾ പേഔട്ട് എടുക്കാം. അത്രയും കാര്യങ്ങൾ കൊണ്ട് ട്രൈ ചെയ്യാവുന്ന ഫേം തന്നെയാണ് നമുക്ക്. അപ്പൊ വേറെ ആൾക്കാരുടെ മേൽ അക്കൗണ്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇന്റർവ്യൂ വരെ വരും. എല്ലാവരും അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്റർവ്യൂസ് ഉണ്ടാവും. പിന്നെ IP റൂളൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ല ഇവർക്ക്. എന്നാലും ഇന്റർവ്യൂ ഒരു പ്രശ്നമാണ്. ഫോർത്ത് പോർഷൻ EH ആണ്. EH നെ കുറിച്ച് നമ്മൾ അധികം ഒന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാത്തൊരു ഫേമാണ്, പക്ഷെ വളരെ റെപ്യൂട്ടഡ് ഫേം ആണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്താണ് EH നെ കുറിച്ച് പറയുന്നത്? EH ഫണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫയേഴ്സ് പോലെ തന്നെ ഒരു പഴയ ഇതിൽ നിലനിന്ന് പോകുന്ന ഒരു ഫേമാണ്. ഈ ഫേം ഇപ്പൊ ഫ്യൂച്ചേഴ്സിലുണ്ട്, CFD-യിലുണ്ട് ഇവരുടെ പ്രൊഫൈൽ. ഇതിൽ തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് അലൗഡ് ആയിട്ടുള്ളത് ഇവരെ 50K വരെയാണ് ഇന്ത്യക്കാർക്ക് ചെയ്യാനായിട്ട് അലൗഡ്. അതിന് മുകളിലേക്ക് ഇന്ത്യക്കാരെ ഇവരെ CFD അലൗഡ് അല്ല. ഫ്യൂച്ചേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ അവരെടുക്കുന്നുമില്ല. ഈ ഒരു 50K വരെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഫയേഴ്സിന്റെ ഒരു പ്രൈസ് ഒക്കെ ആയിട്ടാണ് ആ ഒരു കമ്പാരിസൺ വരുന്നത്. അതേപോലെ തന്നെ നല്ല ട്രസ്റ്റിൽ 4.4 ആണ് വരുന്നത്. ഏകദേശം 4000 പേരുടെ റിവ്യൂ ഉണ്ട്. അപ്പൊ അത്യാവശ്യം കുറെ നാൾക്ക് ശേഷം പേഔട്ട് റിജക്ഷൻ വളരെ കുറവാണ്. ഇവന്റെ ഫയേഴ്സ് പോലെ തന്നെ പേഔട്ട് റിജക്ഷൻ വളരെ കുറവാണ്. അവരുടെ റൂൾസ് ഒന്നും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന കമ്പനി അല്ല. ഇന്ത്യക്കാരെ ഒരു സ്റ്റാർട്ട് ചെയ്ത വരെ ഇന്ത്യക്കാരെ അലൗഡ് ആയിരുന്നു. 2018 ആ സമയത്തൊന്നും ആണ് അത് മാറ്റിയത്, ഇന്ത്യക്കാരെ ഒഴിവാക്കിയത്. ഇപ്പൊ വീണ്ടും ഒരു 6 മാസം 7 മാസം ആയിട്ടുള്ളൂ ഇന്ത്യക്കാരെ അലൗഡ് ആയിട്ടുള്ളൂ. നമുക്ക് ഇതിൽ പ്ലാറ്റ്ഫോംസ് മാച്ച് ട്രേഡർ ഉണ്ട്, മെറ്റാ ട്രേഡർ 5 അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സി ട്രേഡർ അഡ്വാൻസ് ഉണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ട്രേഡ് ബ്രോക്കറാണ് വരുന്നത്. നമുക്കൊരു 5K മുതൽ 25K വരെ ഉള്ളത് എടുക്കാം. പിന്നെ സെലക്ടഡ് ഡ്രോൺ നമുക്ക് ഒരു ആഡ് ഓൺ ഒത്തിരി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. 8% പേ ഔട്ട് വേണം, 100% പേ ഔട്ട് വേണമെന്നില്ല. അങ്ങനത്തെ ആഡ് ഓൺ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. പ്രൈസ് ഓഫർ പ്രൈസും ഓഫറും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പേ ഔട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല പേ ഔട്ട് കൊടുക്കുന്ന കമ്പനി തന്നെയാണ്. അപ്പൊ അത്യാവശ്യം ഒരു നല്ല സ്ട്രാറ്റജി ഉള്ള ഒരാൾക്ക് പ്ലാൻ ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാം. തേർഡ് പൊസിഷനിൽ ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഫണ്ടഡ് നെക്സ്റ്റിന്റെ കേസ് നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ അവര് ഇപ്പൊ എങ്ങനെ 2026 അവരെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? 2026 നമുക്ക് നോക്കാൻ പറഞ്ഞാൽ അവരിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് സെല്ലർ ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ വന്നിട്ടുണ്ട്. അത് നല്ലൊരു പ്ലാൻ ആയിട്ട് തോന്നിയേക്കുന്നത്. സെല്ലർ ലൈറ്റും സെല്ലർ സ്റ്റെപ്പ് 2 ഒക്കെയാണ് നമ്മൾ നോർമലി ഞാൻ കൂടുതൽ നോക്കാറ്. പക്ഷെ സെല്ലർ ഇൻസ്റ്റന്റിന്റെ ഒരു പ്ലാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുതുതായിട്ട് വന്നേക്കുന്നതാണ്. ആ ഒരു പ്ലാൻ 5K ഏകദേശം $149 വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ഫണ്ടൊക്കെ ആകുമ്പോൾ എപ്പോഴും കൺസിസ്റ്റൻസി റൂൾ ഉണ്ടാവും. അപ്പൊ അതൊരു ഇവർക്ക് ഇല്ല എന്നുള്ളത് ഏറ്റവും ബെറ്റർ ആണ്. 5K 149 വരുന്നു പ്ലാനാണ്. ഒരു ഫണ്ട് ബിപ്സിന്റെ 0 എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ സെല്ലർ 2 എപ്പോഴത്തെയും പോലെ തന്നെ ഏറ്റവും നല്ല ടോപ്പിൽ ആൾക്കാർക്ക് കിട്ടാവുന്ന പ്ലാൻ തന്നെയാണ്. 15% നമുക്ക് ട്രേഡിന്റെ ഡെമോ സമയത്ത് ഫസ്റ്റ് ഫേസിന്റെയും സെക്കൻഡ് ഫേസിന്റെയും 50% നമുക്ക് നമ്മുടെ പേ ഔട്ട് ഫസ്റ്റ് പേ ഔട്ടിന്റെ സമയത്ത് റീഫണ്ട് ചെയ്ത് തരാം. അപ്പൊ സെല്ലർ 2 നല്ല പ്രൈസ് ഇതിൽ കിട്ടുമ്പോൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ സെല്ലറിന്റെ ഇൻസ്റ്റന്റ് പ്ലാൻ ആരെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോകേണ്ട, ഇവരെ ഇൻസ്റ്റന്റ് എടുക്കാം. അത്യാവശ്യം പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. പേ ഔട്ട് റിജക്ഷൻ ഒക്കെ കുറവാണ്. പിന്നെ ഇവരുടെ കോപ്പി ട്രേഡ് ഇഷ്യൂ ആണ് ഇവർ ഏറ്റവും കൂടുതൽ പഴയ പോലെ തന്നെ ഇപ്പോഴും ഉള്ള ഒരു ഇഷ്യൂ. നമ്മൾ കോപ്പി ട്രേഡ് ചെയ്തു അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞത്. അത് എല്ലാവർക്കും അങ്ങനെ വരുന്നില്ല, ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കാവുന്ന ഒന്നാണ്. ഫണ്ടഡ് നെക്സ്റ്റ് 4.5 ആണ്. 33K റിവ്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നേക്കുന്ന ഫേംസിൽ ഒന്നാണ്. 33K ഉണ്ട്. അപ്പോ അത് ഫണ്ടഡ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് 4.6 ആണ് വരുന്നത്. 47K ഉണ്ട്. ഏറ്റവും കൂടുതൽ റിവ്യൂ നടന്നേക്കുന്ന ഒരു ഫേം ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. അപ്പൊ അതില് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പ്ലാറ്റ്ഫോംസ്. മറ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതെല്ലാം നോക്കി നല്ലതായിരിക്കും. സെക്കൻഡ് പൊസിഷനിൽ ഫണ്ടിംഗ് ബിപ്സ് ആണ്. മുന്നേ നമ്മുടെ ഫസ്റ്റ് പൊസിഷനിലായിരുന്നു ഫണ്ടിംഗ് ബിപ്സ്. ഫണ്ടിംഗ് ബിപ്സ് എങ്ങനെയാണ്? ഫണ്ടിംഗ് ബിപ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോ 2025 സ്റ്റാർട്ടിങ് നമ്മൾ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് പേ ഔട്ട് റിജക്ഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. അവര് പേ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ്, അരമണിക്കൂർ, 3 ദിവസം അങ്ങനെ ആ രീതിയിലൊക്കെ പേ ഔട്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. പക്ഷെ ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്ത കാര്യം വെച്ചാൽ എനിക്കൊരു ലൈവ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ആദ്യം ഇവരൊരു നല്ല അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് കൊടുത്തിരുന്നത്. സിംഗിൾ ട്രേഡിൽ ലോസ് ഒക്കെ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു 2023 സ്റ്റാർട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നു സിംഗിൾ ട്രേഡിൽ ഇത്ര ലോസ് വരുത്താൻ പറഞ്ഞത്. പക്ഷെ ഇവര് 2025 ജാനുവരിയിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവര് റൂൾ മാറ്റിയിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല.
സിംഗിൾ ട്രേഡിൽ 3% ലോസ് വരുത്താൻ പാടില്ല. അപ്പൊ ഞാൻ ഒരു 100K അക്കൗണ്ട് എന്തായിരുന്നു 50K അക്കൗണ്ട് ആയിരുന്നു, ഏകദേശം 1500 മുകളിൽ ലോസ് വന്നു സിംഗിൾ ട്രേഡിൽ. അങ്ങനെ എന്റെ ലൈവ് അക്കൗണ്ട് പേ ഔട്ട് ആയിരുന്ന അക്കൗണ്ടായിരുന്നു, പേ ഔട്ടിലേക്ക് കുറച്ച് കൂടി ആയിരുന്നു 3000 കിട്ടാവുന്ന രീതിയിലാക്കി വെച്ചതായിരുന്നു. അത് അങ്ങനെ ആ ഒരു അക്കൗണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ആ റൂൾസ് അവർ ചേഞ്ച് ചെയ്യുന്നത് വളരെ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാത്തതിന്റെ ഒരു ഇതായിട്ടാ എനിക്ക് തോന്നിയേക്കണം. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഫസ്റ്റ് ആയിരുന്നു പേയും നമുക്ക് തന്നെ ഉണ്ടായിരുന്ന അനുഭവം അതുപോലെ തന്നെ മറ്റുള്ള ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് അവരിപ്പോ പുതിയൊരു പ്ലാൻ കൊന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പ്ലാൻ അവരുടെ ഫണ്ടഡ് സീറോ എന്ന് പറയുന്നത് നല്ലൊരു പ്ലാനാണ്. നമുക്ക് അതിൽ 10K നമ്മൾ നേരത്തെ $149 പറഞ്ഞ ഫണ്ടഡ് നെക്സ്റ്റിന്റെ സെയിം പൊസിഷനിൽ വരുന്ന ഇതിന് ഇവിടെ $99 വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്ലാനാണ്. പക്ഷെ കൺസിസ്റ്റൻസി 15% വരുന്നത്. അപ്പൊ അത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി റൂൾ അനുസരിച്ചിട്ടാണ് ഈ $99 നമ്മൾ $100 ഇട്ടിട്ട് മറ്റ് ഫേംസിലൊക്കെ ചെയ്യുന്നതിന് പകരം ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പേ ഔട്ട് റിജക്ഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ സിംഗിൾ ട്രേഡ് റൂൾ വളരെ ശ്രദ്ധിക്കണം. മാസ്റ്റർ അക്കൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. പേ ഔട്ട് ഒക്കെ ഓൺ ഡിമാൻഡ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പൊ നിലവിൽ പേ ഔട്ട് റിജക്ഷൻ കുറഞ്ഞേക്കണ ഒരു കമ്പനിയായിട്ട് കാണാൻ പറ്റുള്ളൂ. റൂൾസ് ചേഞ്ച് ആവുന്നത് തന്നെയാണ് ഇവരെ ഏറ്റവും വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഫണ്ടിങ് ടിക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചേഴ്സിന്റെ ഫേമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് കുറെ പ്ലാനുകൾ, അഡ്വാൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 2026 കുറെ പുതിയ കാര്യങ്ങൾ കാണാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ റൂള് മാറ്റുന്നത് ശരിക്കും കസ്റ്റമേഴ്സിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതില്ല, അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അത് നമുക്കൊരു റിക്വസ്റ്റ് പോലെ ഡിസ്കൗണ്ട് ഒന്ന് പോയിട്ടൊന്ന് അവരോട് പറഞ്ഞുണ്ടായിരുന്നു. സിഒ ആയിട്ട് പലപ്പോഴും ഡീറ്റെയിൽ പേഴ്സണൽ ചാറ്റൊക്കെ നടന്നു. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കുറെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള വന്ന് 2 പേരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പേ ഔട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് സംസാരിച്ചിട്ട് ഈ ഒരു റിക്വസ്റ്റ്, അതായത് കസ്റ്റമേഴ്സിന് റൂള് മാറുന്നതിന്റെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന്, അതൊക്കെ ഒരു ഇതിലൊന്നാണ് അവരുടെ നമ്പറുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ബെസ്റ്റ് പൊസിഷനിൽ ആരാന്ന് നോക്കാം. ഫയേഴ്സ് ആണ് ബെസ്റ്റ് പൊസിഷനില്. ഫയേഴ്സിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫേമാണ്. നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഏറ്റവും കുറവുള്ള ഒരു ഫേം ഞാൻ കണ്ടതിൽ വെച്ച്. അതേപോലെ തന്നെ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ഈ പറയുന്ന എല്ലാ ഫേംസിലൊന്നും എനിക്ക് അക്കൗണ്ട് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചാളും ഒരാളോട് ചോദിച്ചു, ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഫയേഴ്സ് ആണല്ലോ, റോക്കി ഇപ്പൊ ഫയേഴ്സിലാണ് അക്കൗണ്ട് ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഓൾറെഡി ലൈവ് അക്കൗണ്ട് വരെ എത്തിയുള്ളൂ, പേ ഔട്ടിലേക്ക് എത്തിയില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന അക്കൗണ്ട്സ് ഒക്കെ ചില സമയത്ത് നമ്മളും എല്ലാവരെ പോലെ തന്നെ ഇമോഷൻസും പല കാര്യങ്ങളും ഓവർടേഡും എല്ലാം ഓട്ടോമാറ്റിക് നമുക്കും വരും. അങ്ങനെയൊക്കെ പല അക്കൗണ്ട്സ് ഒക്കെ അടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫേംസ് എല്ലാം ഒരു പരിധിവരെ എല്ലാ ഫേംസും ഞാൻ ഉപയോഗിച്ചേക്കുന്നത്, മിക്ക ഫേംസിനും പേ ഔട്ടും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അത് കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്തിട്ടൊന്നും വെക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് ബ്രോ ചെയ്യുന്ന ഫേം ഏതാണ്? ഞാൻ ചെയ്യുന്ന ഫേം ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പെക്സും TX3 എന്ന് പറയുന്ന ഫേമാണ്. അപ്പൊ അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇത് വരുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ എന്താ ഉപയോഗിക്കാത്ത, പിന്നെ എന്തിനാ റെഫർ? ഞാൻ ഒരിക്കലും റെഫർ ഫയേഴ്സ് മാത്രമേ ഫിറ്റ്സ് മാത്രമേ റെഫറൽ കോഡ് ഞാൻ കൊടുക്കാറുള്ളൂ, മറ്റേ ഫേംസിന് കൊടുക്കാറില്ല. ഇതെല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല, കാരണം ഇമോഷനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അക്കൗണ്ടൊക്കെ അടിച്ചു പോയെന്നൊക്കെ പറയാം. പിന്നെ നമ്മുടെ അറിവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് നമ്മുടെ ടീമിലുള്ളവരൊക്കെ ചെയ്തിരിക്കുന്നു ഫയേഴ്സിന്റെ ഒരു ട്രസ്റ്റ് പ്രധാനമാണല്ലോ. അവര് പേ ഔട്ട് ഇതിൽ നിങ്ങൾക്ക് റിജക്ഷൻസ് 15 മിനിറ്റ് മതി. നമുക്ക് അവരുടെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് പേ ഔട്ട് ആയി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അത് കിട്ടും. ഏകദേശം 4.8 ആണ് ട്രസ്റ്റബിലിറ്റി സ്കോർ. അതേപോലെ തന്നെ 18K റിവ്യൂ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് തന്നെ റിവ്യൂല് വന്നേക്കുന്നത് ഫയേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ ഫണ്ടിങ്സ് 4.55 ഉള്ളൂ, പക്ഷെ 33K ആണ്. അതേപോലെ തന്നെ ഫണ്ട് നെക്സ്റ്റ് 4.6 ആണ് പറയുന്നത്. 47K റിവ്യൂ ഉണ്ട്. അതിൽ കുറെ റിവ്യൂ വന്നേക്കുന്നത് മേ ബി അവരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് റിവ്യൂ നെഗറ്റീവ് റിവ്യൂസും കൂടി അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫേംസിൽ പറയുന്നത്. ഇതിൽ ഹൈ സ്റ്റേക്ക് ആണ് എടുക്കാൻ ഏറ്റവും ടോപ്പ് ഫയേഴ്സിന്റെ. അതുപോലെ ബൂട്ട് ക്യാമ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം തുടക്കത്തിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതിയാവും. പാസ്സായതിനു ശേഷം ബാലൻസ് എമൗണ്ട് കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ല സ്കെയിലപ്പ് പ്ലാനും നല്ല രീതിയിലുള്ള ഒരു ഫേമാണ്. ഇവർക്ക് മെയിനായിട്ട് MT5 ആണ് മെയിനായിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം. ഇതിനിടയിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഫേമുകളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പഴയൊരു ആള് തിരിച്ചു വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. MFFന്റെ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ അപ്ഡേറ്റ് വന്നേക്കുന്നത് കാത്തിരിക്കൂ ഞങ്ങൾ ഉടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ October 1 അവരൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാ സോഷ്യൽ മീഡിയയിലും ഇട്ടിട്ടുണ്ട്, ഉടനെ തന്നെ തിരിച്ചു വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ.
എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ആ ഒരു സമയത്ത് കുറെ പേരെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ പേർക്ക് അവരുടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, കുറെ പേർക്ക് പേ ഔട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോട് നോക്കിയത്. എനിക്കൊരു ലൈവ് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാകും ആ ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുത്തുകൊണ്ടിരുന്ന കമ്പനിയാണ് MFF. ആ ഒരു ഇഷ്യൂ വന്നതോടുകൂടി തന്നെയാണ് ഈ ഇൻഡസ്ട്രി കുറച്ച് ടൈറ്റ് ആയത്. ഈ 2024 ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനികളും MT5 മെറ്റാ ട്രേഡറിലേക്ക് മാറിയിട്ടുണ്ട്. കുറെ നാൾ മുമ്പ് മെറ്റാ ട്രേഡറിന്റെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറെ കമ്പനികൾ പൂട്ടിപ്പോയി. പക്ഷെ ഇത്തവണ എല്ലാ കമ്പനിയും മെറ്റാ ട്രേഡറിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ കുറെ പേര് ഇതിനകത്തേക്ക് ട്രസ്റ്റ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, പൂട്ടിപ്പോകുന്ന കമ്പനികളുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ബിസ്പോക്ക് എന്ന് പറഞ്ഞൊരു ഫണ്ടിംഗ് ഫേം ഉണ്ടായിരുന്നു, പേ ഔട്ടും എടുത്തതായിരുന്നു, അത് പൂട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് അതിനിടയ്ക്ക് പൂട്ടി പോകുന്നുണ്ട്. പുതുതായിട്ട് കുറെ കമ്പനികൾ വരുന്നുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നിസ്സാര എമൗണ്ട് ഒക്കെയാണ് എന്താ പറയുക വൈറ്റ് ലേബിളൊന്നും അല്ലാത്ത കമ്പനികൾക്കൊക്കെ ഇവരൊക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് മുളച്ചു വരുന്നുണ്ട് കുറെ കമ്പനി. അപ്പൊ നമ്മൾ നോക്കി അവരുടെ ബാക്കിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ സിഒമാർ ആരാണ്, അവരുടെ ട്രസ്റ്റ് പൈലറ്റ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് കുറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും അവരുടെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു 6 മാസം വരുമ്പോൾ ഏതൊരു കമ്പനിനെ നിരീക്ഷിച്ചിട്ട് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. MFF തിരിച്ചു വരുമ്പോൾ ഇന്ത്യ ഒഴിവാക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? MFF തിരിച്ചു വരുമ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല. പക്ഷെ ഈ FTMO മോഡൽ അങ്ങനെ എന്തെങ്കിലും ഇനി റൂൾസ് വയലേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം MFF RBIയുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് തോന്നുന്നു, ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതിനകത്തൊരു തീരുമാനമാകുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യില്ലേ? തീർച്ചയായിട്ടും MFF വന്നാൽ ഇൻഡസ്ട്രി ഒന്നും കൂടി സെറ്റ് ആവും. പിപ്സ് ഒക്കെ നല്ല അടിപൊളിയാവും. കാരണം അത്രയും ഒരു കോമ്പറ്റീറ്ററാണ് വരുന്നത്. 2ാം സ്ഥാനത്തിരുന്ന ഫേമായിരുന്നു MFF. FTMO കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ താഴെയായിരുന്നു ടിപ്സ്, ഫണ്ട് നെക്സ്റ്റ്, TFT, ഇതെല്ലാം താഴെയായിരുന്നു. അപ്പോൾ MFFന്റെ ഒരു വരവ് ഇൻഡസ്ട്രിയിൽ ഈ ചെറിയ ടേംസ് ഒക്കെ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളെ എല്ലാവരും ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറും. അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് ഇനി വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഓൺ ടൈം ബേസിസിൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്ത് യൂസേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ട്രേഡിങ്ങും തിരക്കിലൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത വർഷത്തോടുകൂടി നമുക്ക് വീണ്ടും ആക്റ്റീവായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാമല്ലോ. കുറെ ടൈം നമുക്ക് വേണ്ടി തരില്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പോ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനുകളൊക്കെ ഇപ്പോഴേ ചെയ്തോളുക. സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ റീടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രോ പറഞ്ഞ പോലെ ചില അക്കൗണ്ടുകൾ എടുക്കാൻ പറ്റുന്ന പ്രൈസ് കുറഞ്ഞ കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൽ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കൂടുതൽ ബെറ്റർ ആക്കുക. അതാണ് നമുക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.